ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12, അക്കൗണ്ടിങ് ഫോർ ഗവൺമെൻറ് ഗ്രാൻറ്റ്. ഗവൺമെൻറ് എന്നാൽ അത് നാഷണൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഏജൻസികളോ അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻസോ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻസ് അവരോ തരുന്ന ഗ്രാൻറ്റ്. ആ ഗ്രാൻറ്റ് തരുന്നത് ക്യാഷായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലാൻഡോ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഷീനറിയോ ഗ്രാൻഡായിട്ട് തരാം. ഈ ഗ്രാൻറ്റിൻ്റെ അക്കൗണ്ടിങ് പ്രധാനമായും രണ്ട് അപ്രോച്ചാണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ അപ്രോച്ച്, സെക്കൻഡ് വൺ ഇൻകം അപ്രോച്ച്. ഓരോ ഗ്രാൻറ്റിൻ്റെയും സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ അക്കൗണ്ടിങ്. ഒന്ന് ക്യാപിറ്റൽ അപ്രോച്ച്, ഉദാഹരണത്തിന് ഒരു എൻ്റർപ്രൈസ് അത്ര ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത ഏതെങ്കിലും നോട്ടിഫൈഡ് ഏരിയയിൽ പോയിട്ട് ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടി ഒരു 100 crores ഇൻവെസ്റ്റ് ചെയ്തു. ഗവൺമെൻറ് അതിൻ്റെ 25% ഗ്രാൻഡായിട്ട് കൊടുക്കുന്നു. അത്തരം ഗ്രാൻറ്റുകൾ ഒരു പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ പോലെയാണ്. അത്തരം ഗ്രാൻറ്റുകൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പോലെ ട്രീറ്റ് ചെയ്യണം. ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. ഒരു എൻട്രി പാസ് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിസർവ്. അണ്ടർ ഇൻകം അപ്രോച്ച്, കിട്ടിയ ഗ്രാൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഒരു സിസ്റ്റമാറ്റിക് ബേസിസിൽ ഓവർ പീരീഡ് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയാണ് ഇൻകം അപ്രോച്ച്. അപ്പോൾ ഗ്രാൻഡ് അക്കൗണ്ടിങ്ങിന് രണ്ട് ബ്രോഡ് അപ്രോച്ചാണ്. ഒന്ന് ക്യാപിറ്റൽ അപ്രോച്ച്, രണ്ടാമത് ഇൻകം അപ്രോച്ച്. ക്യാപിറ്റൽ അപ്രോച്ചിൽ ദ ഗ്രാൻഡ് ഈസ് ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. അണ്ടർ ഇൻകം അപ്രോച്ച് the grant is credited to profit and loss account on a systematic basis over a period. ഇനി ഗ്രാൻഡ് ക്യാഷായിട്ട് തന്നെ ലഭിക്കണം എന്നില്ല. ഗ്രാൻഡ് ചിലപ്പോൾ ചില അസറ്റ്സുകളായിട്ട് ഗ്രാൻറ്റുകൾ ലഭിക്കാം. ഫോർ എക്സാമ്പിൾ, ഗവൺമെൻറ് നമുക്കൊരു മെഷീനറി ഗ്രാൻഡായിട്ട് തന്നു. ചിലപ്പോൾ മെഷീനറി ഫ്രീ ഓഫ് കോസ്റ്റിൽ തരാം. ഒരു ക്യാഷും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഒരു മെഷീനറി നമുക്ക് തന്നു. അപ്പോൾ നമ്മൾ എങ്ങനെ അത് അക്കൗണ്ട് ചെയ്യും? നമ്മളൊരു പേയ്മെൻറ്റും കൊടുത്തിട്ടില്ല അതിന്. അപ്പോൾ അത് അക്കൗണ്ട് ചെയ്യേണ്ടത് ഒരു നോമിനൽ വാല്യൂവിൽ ബാലൻസ് ഷീറ്റിൽ അതിനെ കാണിക്കണം. ഒരു രൂപയ്ക്കോ മറ്റോ ഒരു നോമിനൽ എമൗണ്ടിൽ ആ അസറ്റ് കാണിക്കണം. ഇനി ചിലപ്പോൾ ഗ്രാൻഡ് തരുന്നത് ഒരു മെഷീനറി കൺസെഷണൽ റേറ്റിൽ ചിലപ്പോൾ തരാം. ഫോർ എക്സാമ്പിൾ 10 lakh വിലയുള്ള ഒരു മെഷീനറി നമുക്ക് വെറും 50,000 rupees ഗ്രാൻഡായിട്ട് തന്നു. അപ്പോൾ നമ്മൾ അതിന് കൊടുത്തത് 50,000 rupees ആണ്. ദാറ്റ് ഈസ് ദ അക്വിസിഷൻ കോസ്റ്റ് ഓഫ് ദാറ്റ് മെഷീനറി. നമ്മൾ ആ വിലക്ക് ആ മെഷീനറിയെ അക്കൗണ്ട് ചെയ്യുക. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ 50,000 ടു ബാങ്ക് 50,000. ഇനി വേറൊരു സിറ്റുവേഷൻ, നമ്മൾ 10 lakh rupees കൊടുത്ത് ഒരു മെഷീനറി വാങ്ങി, നമ്മൾ എൻട്രി ഇട്ടു മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. സബ്സീക്വൻ്റ്ലി ഗവൺമെൻറ് നമുക്ക് ഒരു 2 lakh rupees ഗ്രാൻഡായിട്ട് തന്നു. അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ്ങിന് രണ്ട് ആൾട്ടർനേറ്റീവ് ഉണ്ട്. ഫസ്റ്റ് ആൾട്ടർനേറ്റീവ്, ഡിഡക്ട് ദ ഗ്രാൻഡ് ഫ്രം ദ ബുക്ക് വാല്യൂ ഓഫ് ദ അസറ്റ്. ആ കിട്ടിയ ഗ്രാൻഡ് അസറ്റിൻ്റെ ബുക്ക് വാല്യൂവിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി ഇങ്ങനെ പാസ് ചെയ്യണം. നമുക്ക് ഗ്രാൻഡ് കിട്ടിയതാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. 2 lakh നമുക്ക് ഗ്രാൻഡ് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ഡിപ്രീസിയേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് 8 lakh മുതലായിരിക്കും. അതായത് 10 lakhന് നമ്മൾ വാങ്ങിയ മെഷീനറി ആയിരുന്നു, പിന്നെ 2 lakh ഗ്രാൻഡ് കിട്ടി. ഇപ്പോൾ മെഷീനറിയുടെ കോസ്റ്റ് ഇപ്പോൾ 8 lakh ആയി മാറി. ഡിപ്രീസിയേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ് ഓൺലി ഫോർ 8 lakh. ഇനി ഈ കേസിൽ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്ത 10 lakh മുഴുവനായിട്ടും ഗവൺമെൻറ് ഗ്രാൻഡായിട്ട് തരികയാണെങ്കിൽ നമ്മൾ എൻട്രിയുടെ ഗ്രാൻഡ് കിട്ടുമ്പോൾ ഇടുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി. അപ്പോൾ മെഷീനറിയുടെ കോസ്റ്റ് ഇപ്പോൾ 0 ആയി മാറി. അപ്പോൾ അത്തരം കേസിൽ ആ മെഷീനറി നമ്മൾ ഒരു നോമിനൽ എമൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ഇനി സെക്കൻഡ് ആൾട്ടർനേറ്റീവ്, ഗ്രാൻഡ് ഈസ് ട്രീറ്റഡ് ആസ് ഡെഫേർഡ് ഇൻകം. നമുക്ക് ആ കിട്ടിയ 2 lakh rupees ഗ്രാൻഡ് ഒരു സിസ്റ്റമാറ്റിക് ബേസിസിൽ ആസറ്റിൻ്റെ യൂസ്ഫുൾ ലൈഫിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയാണ് ഈ രണ്ടാമത്തെ രീതി. സെക്കൻഡ് ഓപ്ഷനിൽ നമുക്ക് നേരത്തെ ചെയ്ത എക്സാമ്പിൾ തന്നെ നോക്കാം. നമ്മളൊരു മെഷീനറി വാങ്ങി 10 lakh rupees ജേണൽ എൻട്രി പാസ് ചെയ്തു. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് 10 lakh rupees. പിന്നീട് നമുക്ക് ഗവൺമെൻറ് 2 lakh rupees ഗ്രാൻഡായിട്ട് തന്നു. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഓപ്ഷനിൽ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻറ്റ് എൻട്രി.
എന്നിട്ട് ആ ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻറ്റിൽ നിന്ന് ഒരു പോർഷൻ ഈ വർഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഇൻകമായിട്ട് റെക്കഗ്നൈസ് ചെയ്യും. ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതെല്ലാ വർഷവും നമ്മളങ്ങനെ എൻട്രി പാസ് ചെയ്യും. ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ എത്ര എമൗണ്ട് നമ്മൾ ഓരോ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു സിസ്റ്റമാറ്റിക് ബേസിസിലാണ്. അത് നോർമലി ഡിപ്രീസിയേഷൻ ചെയ്യുന്ന ആ ബേസിസാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഗ്രാൻഡ് ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബേസിസ്. ഇനി ചില കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യാതാവുമ്പോൾ നമ്മൾക്ക് കിട്ടിയ ഗ്രാൻഡ് റീഫണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ റീഫണ്ടിൻ്റെ അക്കൗണ്ടിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഗ്രാൻഡ്. അത് എങ്ങനത്തെ ഗ്രാൻഡ് ആയിരുന്നു എന്നുള്ളതിനനുസരിച്ചാണ് നമ്മൾ റീഫണ്ട് അക്കൗണ്ട് ചെയ്യേണ്ടത്. നമ്മൾ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ എന്നുള്ള രൂപത്തിൽ കിട്ടിയ ഗ്രാൻഡ് റീഫണ്ട് ചെയ്യേണ്ടി വന്നാൽ നമ്മൾ എൻട്രി ഇടേണ്ടത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. നമ്മൾ മുമ്പ് ഇട്ട എൻട്രി റിവേഴ്സ് ചെയ്യാം. ഇനി ഏതെങ്കിലും അസറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയ ഗ്രാൻഡ് റീഫണ്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എങ്ങനെയാണ് അത് അക്കൗണ്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നോക്കണം. നേരത്തെ അക്കൗണ്ട് ചെയ്തത് നമ്മൾ അസറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തതെങ്കിൽ നമ്മളിപ്പോൾ അസറ്റ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാം. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി ഗ്രാൻഡ് ലഭിച്ചപ്പോൾ നമ്മൾ ഓപ്റ്റ് ചെയ്തിരുന്നത് ഡെഫർമെൻറ്റ് അപ്രോച്ച് ആയിരുന്നുവെങ്കിൽ, അതായത് ഗ്രാൻഡ് കിട്ടിയപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് എന്നായിരുന്നു. എന്നിട്ട് ഓരോ വർഷവും നമ്മൾ ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ വർഷവും അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ആ ഗ്രാൻഡ് പിന്നീട് നമ്മൾ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാതായപ്പോൾ അത് റീഫണ്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ചെയ്യുമ്പോൾ റീഫണ്ടിങ് അക്കൗണ്ട് ചെയ്യുമ്പോഴും ആ ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡിൽ എത്ര എമൗണ്ട് ബാലൻസ് ഉണ്ട് എന്ന് നോക്കണം. ആ എത്രയും ക്രെഡിറ്റ് അതിൽ അവശേഷിക്കുന്നുണ്ടോ ആദ്യം അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാലൻസ് ഉള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് 2 ലക്ഷം ഗ്രാൻഡ് കിട്ടിയിരുന്നു. നമ്മൾ എൻട്രി ഇട്ടു ബാങ്ക് അക്കൗണ്ട് ഇട്ടു ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് 2 lakhs എന്ന് എൻട്രി ഇട്ടു. ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു 10,000 rupees ഇൻകത്തിലേക്ക് റെക്കഗ്നൈസ് ചെയ്തത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇട്ടു ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് എൻട്രി ഇട്ടു. സെക്കൻഡ് ഇയറിലും 10,000 ഇതേപോലെ എൻട്രി ഇട്ടു. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഇട്ടു ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ്. ഇനി ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡിൽ എത്ര ബാലൻസ് ഉണ്ട്? നേരത്തെ 2 lakhs ഉണ്ടായിരുന്നു. 2 വർഷം നമ്മൾ 10,000 വെച്ചിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് റെക്കഗ്നൈസ് ചെയ്തു. ഇനി 1,80,000 ആണ് ഉള്ളത്. നമ്മൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഗ്രാൻഡ് നമ്മൾ റീഫണ്ട് ചെയ്യേണ്ടി വന്നു. 1,90,000 റീഫണ്ട് ചെയ്യേണ്ടി വന്നു. 1,90,000 റീഫണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് അക്കൗണ്ടിൽ നിൽക്കുന്നത് 1,80,000 ആണ്. അപ്പോൾ ഡെഫേർഡ് ഗവൺമെൻറ് ഗ്രാൻഡ് അക്കൗണ്ട് ഡെറ്റർ 1,80,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ 10,000, ടു ബാങ്ക് 1,90,000. റീഫണ്ട് ഓഫ് ഗവൺമെൻറ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആണ്. ദാറ്റ് ഷുഡ് ബി ഡെൽറ്റ് ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 5. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 12. സിമ്പിൾ സ്റ്റാൻഡേർഡ് ആണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.